ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായുള്ള ഫെഫ്ക യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. 3 ദിവസങ്ങളിലായാണ് യോഗം. നേതൃത്വത്തെ പരസ്യമായി എതിർത്ത് സംവിധായകൻ ആഷിഖ് അബു അടക്കം സംഘടന വിട്ട പശ്ചാത്തലത്തിലാണ് യോഗം. സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള കേസ് ഉൾപ്പെടെ ചർച്ചയാകും. കൂടുതൽ വിവരങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, ഇന്ന് ഫെഫ്ക യോഗം ചേരുകയാണ്. ഒരുപാട് മൊഴികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നു. ആഷിഖ് അബു ഒക്കെ വളരെ ശക്തമായി ഫെഫ്കയ്ക്കെതിരെ പറയുകയായിരുന്നു. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ അടക്കം വളരെ മൂന്നാംകിട എന്ന് പറയാവുന്ന തരത്തിലൊക്കെ ഫെഫ്ക പെരുമാറി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ യോഗം ചേരുന്നതിൻ്റെ പ്രധാന അജണ്ട എന്താണ് ഇന്ന് യോഗത്തിൻ്റെ? ഫെഫ്കയുടെ നിർണായക യോഗങ്ങളാണ് കൊച്ചിയിൽ ആരംഭിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗമാണ്. ഫെഫ്കയ്ക്ക് കീഴിൽ വിവിധ യൂണിയനുകളുണ്ട്. ആ വിവിധ യൂണിയനുകൾ ഓരോ ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓരോ യൂണിയനുകൾക്കും കൈമാറിയിട്ടുണ്ട്. അതിലെ നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഓരോ യൂണിയനുകളും നൽകുന്ന ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുമെന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാണ് തീരുമാനം. ഈ യോഗം നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. സിനിമാ മേഖല ആകെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. പ്രത്യേകിച്ച് ഫെഫ്ക ഇതിൽ ഒരു പ്രതികരണം വാർത്താക്കുറിപ്പിൽ ഒതുക്കി രക്ഷപ്പെടുകയാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിലടക്കം ഒരു ആരോപണങ്ങൾ ഫെഫ്കയ്ക്ക് നേരെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ യോഗം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഗത്തിന് ശേഷം താൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആഷിഖ് അബു ഉയർത്തിയിരിക്കുന്ന വിവാദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഫെഫ്കയ്ക്കുള്ളിൽ തന്നെ ചിലർ രഹസ്യമായും ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം കൃത്യസമയത്ത് ഫെഫ്ക പ്രതികരിക്കുന്നില്ല എന്നൊരു ആരോപണം അവിടെ നിന്നും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളുടെയൊക്കെ കാര്യത്തിൽ 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ ഇപ്പോൾ ആ കേസിൽ പ്രതിയാണ്. അതിൽ ഒരാൾ ഫെഫ്കയുടെ ഭാഗമാണ് എന്നതാണ് ഫെഫ്ക നേതൃത്വം പറയുന്നത്. പക്ഷേ ആ കാര്യത്തിലും ഒരു കൃത്യമായ തീരുമാനം ഈ പ്രതി ചേർക്കപ്പെട്ടവരുടെ കാര്യത്തിൽ സംവിധായകൻ രഞ്ജിത്ത് ആ കേസിൽ പ്രതിയാണ്. രഞ്ജിത്ത് സംവിധായകന്മാരുടെ യൂണിയനിലെ അംഗമാണ്. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലും അംഗമായിട്ടുള്ള ഒരാൾ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. അവരുടെയൊക്കെ കാര്യത്തിൽ ഇനി എന്ത് വേണമെന്ന കാര്യത്തിൽ കൂടി ഫെഫ്കയുടെ അന്തിമ ചർച്ചയിൽ ഒരു തീരുമാനം ഉരുത്തിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഫെഫ്കയും ഈ വലിയ ആരോപണങ്ങൾ നേരിടുകയാണ്. കാരണം അവർ കൃത്യസമയത്ത് പ്രതികരിക്കുന്നില്ല എന്നതാണ് അവർക്കെതിരെ ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. ആഷിഖ് അബു രാജിവെച്ചൊഴിഞ്ഞതോടുകൂടി ആഷിഖ് അബുവിനെ കടന്നാക്രമിക്കുക എന്ന രീതിയിലേക്ക് ഫെഫ്കയിൽ ഒരു ഏകദേശ രൂപമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സംവിധായക യൂണിയൻ ആഷിഖ് അബുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ആഷിഖ് അബു ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സിനിമ എന്നത് സോൾട്ട് ആൻഡ് പെപ്പറാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് തനിക്ക് കൃത്യമായി പ്രതിഫലം കിട്ടിയില്ല, അത് വാങ്ങി കൊടുത്ത കാര്യത്തിൽ ഈ ഫെഫ്ക കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ സിബി മലയിലിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനില്ല എന്നാണ് നമ്മളെ ഇന്നലെ അറിയിച്ചത്. ശരി ബിനിൽ.